മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കണ്ണൻ്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം വീട്ടാനിറങ്ങുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം മഹാലക്ഷ്മിയോ അനന്തോ ലേഹ്യോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. കണ്ണനാണെങ്കിൽ ആ ഫോൺ വെച്ചത് മനഃപൂർവ്വം തന്നെയാണ്. അത് ഇനി ഇവരെന്താ പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കണ്ണൻ അറിയാതെ ഫോൺ വെക്കില്ല എന്നുള്ളൊരു സംശയമൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ടെൻഷനിടയ്ക്ക് അങ്ങനെ വെച്ചിട്ട് പോയതായിരിക്കും എന്നൊക്കെ ഓർത്ത് അനന്തും ലേഖയൊക്കെ സമാധാനിക്കുന്നുണ്ടെങ്കിലും ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, നമ്മൾ കണ്ണേട്ടനിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് കണ്ണേട്ടനെ അറിയാം. ഇതിനൊക്കെ കാരണക്കാരൻ മഹിയുടെ രണ്ടാനച്ഛന്. ഇനിയും അയാൾ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളായിട്ട് തന്നെ അയാളെ പ്രാന്താശുപത്രി കൊണ്ടുവരേണ്ടി വരും. അതുകൂടാതെ കണ്ണനെ മാറ്റി നിർത്തി ഞാൻ സത്യങ്ങളെല്ലാം അങ്ങോട്ട് പറയും. പിന്നെ സംഭവിക്കണേ എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ, നമുക്കത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് കണ്ണേട്ടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കാൻ പറ്റും അനന്തേട്ടാന്ന് ചോദിക്കുമ്പം അത് അവനക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അവൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചതും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും അവൻ്റെ അച്ഛനെ മാത്രമാണ്. അവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതോടുകൂടി അവനാകെ തകർന്നു പോയവനാ. എന്നിട്ട് അവൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാന്ന് പറഞ്ഞാൽ അവനക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അതിലും കൂടുതൽ അവന് വിഷമം ഉണ്ടാക്കുന്നത് അത് മഹി കണ്ടിട്ടും ഇന്ന് വരെ കണ്ണനോട് ആ സത്യം പറഞ്ഞില്ല എന്ന് അറിയുമ്പോഴായിരിക്കും മഹി അവനെ ചതിക്കുകയെന്ന് തന്നെ അവനക്ക് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണ് ഈ ഫോണൊക്കെ എടുത്തുകൊണ്ട് കാറിൽ പോകുന്നുണ്ട്. പോണ സമയത്ത് കണ്ണൻ മനസ്സിൽ പലതും ആലോചിക്കുന്നുണ്ട്. എന്തായാലും അനന്തും ലേഹയും മഹാലക്ഷ്മിയും അയാളുടെ അമ്മയും എല്ലാം എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അവർക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഇന്നത്തോടുകൂടി അവരുടെ ഉള്ളിലിരിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഈ ഫോൺ അവിടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ വച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ആനന്ദുവിൻ്റെയും ലേഹയുടെയും മഹാലക്ഷ്മിയുടെയും കണ്ണിപ്പെടാതെ ഈ കണ്ണനാണെങ്കിൽ ആ ഫോൺ അവിടെ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. എന്തായാലും ഈ ലേഖ വെള്ളം എടുക്കാനായിട്ട് പോയ സമയത്താണ് വെറുതെ നടക്കുന്നത് പോലെ കാണിച്ചിട്ട് കണ്ണൻ മനഃപൂർവ്വം തന്നെ ഫ്ലവർ വേസിൻ്റെ അവിടെ എത്തിയിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഫോൺ ഫ്ലവർ വേസിൻ്റെ മറവിൽ വെക്കുന്നത്. എന്നിട്ട് ഇനി ഇവർ പറയണതെല്ലാം കേൾക്കണമെന്ന് കരുതി തന്നെയാണ് കണ്ണൻ അപ്പം തന്നെ ഞാൻ പോകുകയെന്ന് പറഞ്ഞ് അവിടുന്ന് പോണതും. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ തിരിച്ചു വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയതും. പിന്നീട് വീട്ടിൽ ചെന്നതും ഈ ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇത്ര പെട്ടെന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാനെന്താ അവിടെ കിടക്കാൻ പോയതാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ദുർഗ പറയുന്നുണ്ട് അല്ല നീ മഹാലക്ഷ്മിയുടെയും അവളുടെ അമ്മയുടെയും കൂടെ മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയതല്ലേ, സാധാരണ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ നിന്നിട്ടല്ലേ പോരുള്ളൂ എന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടായിട്ടാ, ഇനിയിപ്പോൾ ഇയാൾ അവിടെ പോയി നിന്നിട്ട് വേണം അച്ഛൻ്റെ വായിൽ നിന്ന് ഉള്ള സത്യങ്ങളൊക്കെ അറിയാൻ. അല്ലെങ്കിൽ തന്നെ ഇത്രയും നേരം മനുഷ്യനിവിടെ പേടിച്ചിരിക്കുമായിരുന്നു. ഇയാളും അവളും അവിടുന്ന് പോകുന്നെന്ന് കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഇപ്പം അമ്മ പറയണു നീ എന്താടാ ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന്. ഇവർക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്നിട്ട് കണ്ണേട്ടൻ ഇവളുടെ അച്ഛനെ കണ്ടു എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ കണ്ടില്ല. അല്ല കണ്ണേട്ട ശരിക്കും അയാൾ എന്താ ഈ പറയണേ, നമ്മുടെ അച്ഛനെക്കുറിച്ച് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളുടെ അച്ഛൻ വഴി വിട്ട് ജീവിച്ച ആളാന്നൊക്കെ ഇവളുടെ അച്ഛൻ പറയണേ. അത് അമ്മാവനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് കണ്ണേട്ടാ? എന്തായാലും എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവളുടെ അച്ഛൻ അങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ അച്ഛൻ ഒരിക്കലും തെറ്റായ രീതിയിൽ പോവില്ല എന്ന്. അത് കേട്ടതും കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാന്നുള്ള സത്യം ഇവരാരും അറിയാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് എന്തൊക്കെ നുണകളാണ് എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയേക്കണേ. അതും എൻ്റെ അച്ഛനൊരു മോശപ്പെട്ട ആളാണെന്നാലോ ഇവർ വരുത്തി തീർക്കണേ. എന്തായാലും എല്ലാവരും എത്രത്തോളം പോകുമെന്ന് നോക്കാം. ഇനിയിപ്പോൾ റൂമിൽ ചെന്നിട്ട് വേണം ഫോണിൽ റെക്കോർഡ് ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ കേൾക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം മഹാലക്ഷ്മിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്താടാ മോനെ ഒന്നും മിണ്ടാത്തത്, അവൾ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയോന്ന് ചോദിക്കുമ്പോൾ അയാൾ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയി, അയാളെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും ഞാനൊന്ന് റൂമിലോട്ട് ചെല്ലട്ടെ, രാവിലെ മുതൽ ഓരോ ഫംഗ്ഷനൊക്കെ അല്ലായിരുന്നു, എനിക്കൊന്ന് കുറച്ച് സമയം വിശ്രമിക്കണമെന്നും പറഞ്ഞ് ഈ കണ്ണനാണ് ഈ റൂമിലേക്ക് പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും കരുണയാണെങ്കിൽ ആശ്വാസത്തോടുകൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും അയാൾ അച്ഛനെ കണ്ടിട്ടില്ല, അതേതായാലും സമാധാനമായി. അച്ഛനെ കണ്ടിരുന്നെങ്കിൽ അച്ഛൻ സത്യങ്ങളൊക്കെ അയാളോട് വിളിച്ച് പറഞ്ഞേനെ. അത് എനിക്കും
അമ്മാവനും എല്ലാവർക്കും പ്രശ്നമായേനെ. ഇപ്പം എന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന അമ്മയും മകനും ആ നിമിഷം എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നൊക്കെ. ഇതേ സമയം നമ്മളുടെ വാമദേവനാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനിൽ തന്നെയാണ്. എന്തായാലും കണ്ണൻ പ്രതാപനെ കാണും. സത്യങ്ങൾ പ്രതാപൻ അതുപോലെ തന്നെ കണ്ണനോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട്. ജോലി തന്നില്ലെങ്കിലും അവനിപ്പോഴും മാസാമാസം എൻ്റെയും മേഘൻ്റെയും അക്കൗണ്ടിലേക്ക് ശമ്പളമായിട്ടൊരു തുക തരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണേ. ഇനിയിപ്പോൾ അവൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണം ഞാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ആ ശമ്പളം ഇനി എനിക്ക് തരൂല. അത് മാത്രമല്ല അവൻ എന്നെ കുടുംബത്തോടു കൂടി നശിപ്പിക്കാനും നോക്കും. അത്രയ്ക്ക് ജീവനായിരുന്നു വിശ്വനാഥനെ. അവന് ഈ ലോകത്തെ ഏറ്റവും അധികം അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നതും വിശ്വനാഥൻ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ദുർഗ ഇതിൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വനാഥന് മോശം സ്വഭാവം ഉണ്ടെന്നൊക്കെ ദുർഗയുടെ മുമ്പിൽ പറഞ്ഞത്. പക്ഷേ വിശ്വനാഥൻ ഒരിക്കലും ഒരു മോശം സ്വഭാവക്കാരനായിരുന്നു. അത് കണ്ണനും അറിയാം. കണ്ണൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞു എന്ന് അറിഞ്ഞാൽ അത് കണ്ണന് സഹിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ ഭഗവാനെ. എത്രയും പെട്ടെന്ന് ആ പ്രതാപനെ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ച് പഴയ രൂപത്തിലാക്കിയില്ലെങ്കിൽ അവൻ എൻ്റെയും എല്ലാവരുടെയും ജീവിതം തകർക്കും. പിന്നെ എനിക്ക് ആ കമലേശ്വരത്തിൻ്റെ പടി ചവിട്ടാൻ പോലുമുള്ള അർഹത ഉണ്ടാവില്ല. ദുർഗയും ഉണ്ണിയും വരെ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന്. ഈ സമയത്താണ് നമ്മളുടെ സീമന്തിനി അങ്ങോട്ട് വരുന്നത്. സീമന്തിനി വന്നതും നിങ്ങൾ വന്നിരുന്നോ, എങ്ങനെയുണ്ടായിരുന്നു 7-ാം മാസത്തെ ചടങ്ങൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ടേ സീമന്തിനി. ഒരു പ്രകാരത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും അയാൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വരാതെ കറക്റ്റ് സമയത്ത് ആ പ്രതാപം കയറി വന്നു. എന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാൻ തുടങ്ങിയതും ഞാനും അനന്തും സാഹുറും എല്ലാവരും ചേർന്ന് അവനെ തടഞ്ഞു. പിന്നെ അവൻ്റെ വായൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എന്നിട്ടും തീർന്നില്ല പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് മഹാലക്ഷ്മിയുടെ അമ്മയും വീട്ടിലേക്ക് പോണതിൻ്റെ കൂടെ കണ്ണൻ പോവാൻ റെഡിയായി. അത് കണ്ടതോടുകൂടി ഞാനും കരുണയും എല്ലാവരും ഭയന്ന് പോയി. ഇനി അവിടെ ചെല്ലുമ്പോൾ പ്രതാപൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ എന്താവുമെന്ന് ഓർത്ത്. എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ അവൻ്റെ അമ്മേനെ വിളിച്ച് വിവരം പറഞ്ഞതുകൊണ്ട് ഇവർ ചെന്നപ്പോഴേക്കും അമ്മ അവനെ റൂമിൽ കയറ്റി പൂട്ടിയായിരുന്നു എന്ന്. അത് കേട്ടതും സീമന്തിനി പറയുന്നുണ്ട് ഇപ്പം എന്തായാലും സമാധാനമായി. പക്ഷേ ഈ സമാധാനം അധികം നാളൊന്നും ഉണ്ടാവുമെന്ന് വാമേട്ടൻ വിചാരിക്കണ്ട. എന്നായാലും കണ്ണൻ സത്യങ്ങളൊക്കെ അറിയും. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത് വാമേട്ടന് തന്നെയായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, അവളുടെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് വാമേട്ടനല്ലേ. നിങ്ങളെ അവൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അവനും അവൻ്റെ കൂട്ടുകാരനും വക്കീലന്മാരാണ്. ആ സമയത്ത് വാമൻ പറയുന്നുണ്ട് ഈ പ്രതാപൻ ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ അവനെ തന്നെ കൊള്ളേണ്ട വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ റൂമിൽ ചെന്നതും ഈ ഫോൺ എടുത്തിട്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടും ഈ ഫോണിൽ റെക്കോർഡ് ഓൺ ചെയ്യുന്നുണ്ട്. അന്നേരം കേൾക്കണ കാര്യങ്ങൾ കണ്ണനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മഹാലക്ഷ്മി അനന്തുവിനോട് പറയുന്നുണ്ട്. അന്ന് ആ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല അനന്തുവേട്ട. ഉറക്കത്തിൽ ഞാൻ എപ്പോഴും ഞെട്ടി ഉണരുമായിരുന്നു. ആദ്യമൊക്കെ അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു എന്താ പറ്റിയെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും ആ വിവരങ്ങളൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു അനന്തുവേട്ട. പിന്നീട് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം അമ്മയോട് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞത് തന്നെ. എന്തായാലും മഹി വിവാഹം കഴിഞ്ഞപ്പോഴെങ്കിലും കണ്ണനോട് പറയേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും നാളായിട്ട് മഹി അത് മറച്ചു വെച്ചു എന്ന് കണ്ണൻ അറിഞ്ഞാൽ എന്തായാലും കണ്ണന് മഹിയോട് ദേഷ്യമാവുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് പേടി അനന്തുവേട്ട. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിപ്പോൾ കരുണയുടെ അച്ഛന് സമനില തെറ്റിയതുകൊണ്ടല്ലേ കരുണയുടെ അച്ഛൻ ഇതെല്ലാം വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ആരും ഈ രഹസ്യങ്ങൾ അറിയാൻ പോണില്ലായിരുന്നു. ആകെ ഈ രഹസ്യങ്ങൾ അറിയാവുന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്കും ആ കരുണയുടെ അച്ഛനും മാത്രമായിരുന്നു. ഇത് കേട്ടതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ഈ അനന്ത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മഹി, ഇതിങ്ങനെ കൂടുതൽ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കിത് കണ്ണനോട് പറയേണ്ടി വരും. പിന്നെ എന്താ വന്നേന്ന് വെച്ചാൽ നമുക്കത് അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു സത്യം അറിഞ്ഞാൽ കണ്ണേട്ടന് പിന്നെ എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അനന്തുവേട്ട. കണ്ണേട്ടൻ എന്നെ ശരിക്കും വെറുക്കും. കണ്ണേട്ടൻ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണതിൽ ഒരർത്ഥമില്ല എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മഹീന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഹെഡ്ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കണ്ണനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് ചുറ്റും സ്നേഹവും നടിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാവരും ചേർന്നാലോ എന്നെ ചതിച്ചത്. അനന്തും ലേഹയും മഹാലക്ഷ്മിയും എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ടും എന്നോട് പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനായിട്ട് കണ്ടിരുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദി പ്രതാപനാന്നുള്ള സത്യം ഇവർക്കൊക്കെ അറിയായിരുന്നു. എന്നിട്ടും ഇവരെന്തിനും എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചു. ഞാൻ ആരെയും വിശ്വസിക്കില്ല. ഇനി എല്ലാവരും എന്നെ ചതിക്കാൻ നടക്കണവരാ. എൻ്റെ ചുറ്റും
ഉള്ളവരെല്ലാവരും ചതിയന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരെയും വിശ്വസിക്കില്ല, ഇനി എന്ത് വേണമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഈ സുമേഷ് വരുന്നുണ്ട്. എവിടെ പോകാനാ സാറേ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു സ്ഥലം വരെ പോകണം, പക്ഷേ അങ്ങോട്ട് സുമേഷേട്ടൻ വരണ്ട, സുമേഷേട്ടൻ എന്നെ പകുതി വരെ കൊണ്ടുപോയാൽ അതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ സുമേഷേട്ടൻ്റെ കൂടെ കാറിൽ കയറി കണ്ണൻ പോയിട്ട് കുറച്ച് ദൂരം ചെന്നതും സുമേഷേട്ടനോട് പോയിക്കോ, ഞാൻ കാറുമായിട്ട് തിരിച്ചു വരുമ്പോൾ വിളിച്ചേക്കാം, അപ്പോൾ ചേട്ടൻ വന്നാൽ മതിയെന്നും പറഞ്ഞ് കണ്ണൻ തന്നെ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴെല്ലാം കണ്ണൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ കണ്ണനെയും കണ്ണൻ്റെ അച്ഛനെയും ആ ലോറി വന്ന് ഇടിച്ചിരുന്നതും കണ്ണൻ്റെ അച്ഛൻ റോട്ടിലേക്ക് തെറിച്ച് വീണതും അവിടെ കിടന്ന് മരിക്കുന്നതൊക്കെയാണ് ഈ കണ്ണൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഓർമ്മ വരുന്നതും കണ്ണനാണ് ഈ ദേഷ്യത്തോടു കൂടി കാറ് സ്പീഡിൽ തന്നെ ഓടിച്ചു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ്റെ കാറ് അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൻ്റെ ഒച്ച കേട്ടിട്ട് ഇപ്പം ആരായിരിക്കും വന്നേക്കണേ, കണ്ണേട്ടനാണെങ്കിൽ പോയിട്ട് അധികം നേരമായില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് വന്ന് ഡോറ് തുറക്കണ സമയത്ത് കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങണ കാണുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ മോഹഭാവമൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും മഹാലക്ഷ്മിക്കൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. കാരണം കണ്ണനിന് ഈ സത്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് വന്നതാണോ എന്നോർത്ത്. ഈ സമയത്ത് ആ കണ്ണേട്ടനോ എന്താ കണ്ണേട്ടാ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്താ വരണ്ടായിരുന്നോ, ഞാൻ പോയ വഴി പോകണമെന്നാണോ താൻ ആഗ്രഹിക്കണേന്ന് ചോദിച്ച് ദേഷ്യത്തോടു കൂടി കണ്ണനിങ്ങനെ പറഞ്ഞ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഈ കണ്ണൻ എന്ത് പറ്റിയെന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.